الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അധിക മനുഷ്യരുടെയും അല്ലെങ്കിൽ മനുഷ്യരുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് അവൻ്റെ ഉപജീവനം എന്നത്. അവൻ്റെ ആയുസ്സിലെ ഒരു ഭൂരിഭാഗ സമയവും അതുപോലെ തന്നെ അവൻ്റെ ആരോഗ്യവും എല്ലാം അവൻ ചെലവഴിക്കുന്നത് അവൻ്റെ മഈശത്ത്, അതുപോലെ തന്നെ അവൻ്റെ ഉപജീവനം എന്നീ കാര്യങ്ങളെക്കുറിച്ച് അതിനുവേണ്ടി പണിയെടുത്തും അതിനെക്കുറിച്ച് ആലോചിച്ചും എല്ലാം കാര്യങ്ങളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മുസ്ലിമിനോടും കൽപ്പിച്ചിട്ടുണ്ട് അവന് വേണ്ട ഉപജീവനം തേടാൻ, ഹലാലായ മാർഗത്തിലൂടെ തേടാൻ, അതിനാവശ്യമായ അസ്ബാബുകളെ സ്വീകരിക്കാൻ പൂർണ്ണമായും അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട്. കാരണം അള്ളാഹുവാണ് റസാഖ്, അള്ളാഹുവാണ് വഹാബ്, അള്ളാഹുവാണ് റിസ്ഖ് നൽകുന്നവൻ, അള്ളാഹുവാണ് അതിയായി ഔദാര്യങ്ങൾ ചൊരിയുന്നവൻ. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക്, അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസി എന്ന നിലയ്ക്ക്, കേവലം റിസ്ക് നേടുന്നതിനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ ജോലിയോ അല്ലെങ്കിൽ കച്ചവടമോ അങ്ങനെയുള്ള കാരണങ്ങൾ സ്വീകരിക്കുക എന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് റസാഖായ അള്ളാഹുവിൽ നിന്ന് റിസ്ക് ലഭിക്കാൻ, അത് നേടാൻ, അത് എളുപ്പമാകാൻ, അതിന് ബറക്കത്ത് ലഭിക്കാനുള്ള മാർഗങ്ങളും അവൻ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയാകുമ്പോൾ കുറഞ്ഞ കർമ്മങ്ങൾ കൊണ്ട് തന്നെ, കുറഞ്ഞ ജോലി കൊണ്ട് തന്നെ അവനാവശ്യമായിട്ടുള്ള, അവന് മതിയാകുന്ന ഉപജീവനം അല്ലെങ്കിൽ അതിൽ വിശാലത നേടാൻ സാധിക്കും. പ്രധാനമായും റിസ്ഖ് എന്നുള്ള പദത്തിനെ രണ്ട് അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തേത് റിസ്ഖുൽ മാദി, അതായത് നമ്മുടെ ഭക്ഷണം, വസ്ത്രം, അതുപോലെ തന്നെ താമസം, അതുപോലെയുള്ള നമ്മൾക്ക് നേടിയെടുക്കുന്ന, അനുഭവിക്കുന്ന കാര്യങ്ങൾ. രണ്ടാമത്തേത് റിസ്ഖുൽ മഅനവി, അത് പറഞ്ഞാൽ ഒരാളുടെ ആരോഗ്യം, അവന് മനസ്സിനുണ്ടാകുന്ന റാഹത്ത്, അവന് ലഭിക്കുന്ന സമാധാനം, അതുപോലെയുള്ള കാര്യങ്ങൾ. ഈ രണ്ടും റിസ്ഖ് എന്നുള്ള പദത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റിസ്ഖ് നേടാനുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് റിസ്ഖ് നേടാൻ നമ്മൾ അസ്ബാബുകൾ സ്വീകരിക്കുന്നതിനോടൊപ്പം, അഥവാ നമ്മുടെ ജോലിയും കച്ചവടവും എല്ലാം ചെയ്യുന്നതിനോടൊപ്പം ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, അതിലൂടെ അള്ളാഹുവിന് റിസ്ക് ലഭിക്കാൻ കാരണമാകും എന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിനെ ഓർമ്മപ്പെടുത്തുകയാണ് നാം ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് നമുക്കെല്ലാവർക്കുമുള്ള റിസ്ക്. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ജനിച്ച് വീഴുന്ന നിമിഷം മുതൽ ഉമ്മാന്റെ മാറിടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മുലപ്പാൽ അള്ളാഹു ഒരുക്കിയിട്ടുണ്ടാവും. പിന്നീട് ഒരു ബുദ്ധി വെക്കുന്നത് വരെ നമ്മുടെ റിസ്കിനെ കുറിച്ച് നമ്മൾ ഭയപ്പെടില്ല. ഒരു തമീസ് എത്തുന്നത് വരെ, വകതിരിവ് എത്തുന്നത് വരെ നമ്മുടെ ഉപജീവനത്തെ കുറിച്ച് നമ്മൾ ഭയപ്പെടുകയോ, അപ്പോ ഒരു 5 വയസ്സായ ഒരു കുട്ടിയെ വിളിച്ച് അവന് ഇന്ന് രാത്രി ഭക്ഷണം ലഭിക്കുക, അല്ലെങ്കിൽ നാളെ എന്താണ് ഭക്ഷണം ലഭിക്കുക, അല്ലെങ്കിൽ ഉപജീവനത്തിനെ കുറിച്ച് അവന് പേടിയുണ്ടാവില്ല, അവർ അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവില്ല. പക്ഷേ ബുദ്ധിയും വിവരവും അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ തുടങ്ങുമ്പോഴാണ് പല ആളുകൾക്കും അതിനെക്കുറിച്ചുള്ള പേടി തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ദാരിയാത്തിലെ 22-23 ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട്, വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, ആകാശത്താണ് നിങ്ങളുടെ ഉപജീവനം, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് അള്ളാഹുവിന്റെ അടുക്കലാണ് നിങ്ങളുടെ റിസ്ക്, അള്ളാഹുവാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. ഫവറബ്ബിസ് സമാഇ വൽ അർദ് ഇന്നഹു ലഹഖ്ഖുൻ ബിസ്ലമാ അന്നകും തൻതിഖൂൻ, ഇത് ഹഖാണ്, അള്ളാഹുവാണ്, ആകാശഭൂമികളുടെ റബ്ബാണ് സത്യം, അത് ഹഖാണ്, റിസ്ക് അള്ളാഹിന്റെ കയ്യിലാണ്. ഏതുപോലെ? അള്ളാഹു പറയാണ്, നിങ്ങൾ സംസാരിക്കുന്നത് പോലെ.
നിങ്ങൾ സംസാരിക്കുന്നത് പോലെ. ഉലമാക്കൾ പറഞ്ഞത് കാണാം, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളല്ലാതെ ഒരാളും സംസാരിക്കില്ല. നമ്മുടെ നാവ് കൊണ്ട് വേറെ ആൾ സംസാരിക്കാൻ പറ്റുമോ? പറ്റൂല. നിങ്ങൾക്ക് അള്ളാഹു തീരുമാനിച്ചുള്ള റിസ്ക് വേറൊരാൾക്കും ലഭിക്കുകയുമില്ല. അപ്പോൾ ഈ കാര്യം പ്രധാനമായും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുള്ള റിസ്ക് ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിലൊന്നാമത്തേത് തഖ്വല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹുവിന്റെ വിരോധനങ്ങൾ ഒഴിവാക്കി സ്വർഗം പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ ശിക്ഷകളെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ യജമാനനാണ്, നമ്മുടെ റബ്ബാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവന്റെ കൽപ്പനകൾ അനുസരിക്കാതെയും അവന്റെ വിരോധനങ്ങൾ ഒഴിവാക്കാതെയും അവനിൽ നിന്നുള്ള ഉപജീവനം പ്രതീക്ഷിക്കുക എന്നുള്ളത് അതൊരു വിഡ്ഢിത്തമാണ്. അള്ളാഹു നിന്നുള്ള സഹായവും തൗഫീഖും അതുപോലെ തന്നെ എല്ലാം ലഭിക്കണമെങ്കിൽ അവന്റെ കൽപ്പനകളെ അനുസരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വലാഖിൽ പറഞ്ഞത് കാണാം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവൻ എല്ലാവിധ ഞെരുക്കങ്ങളിൽ നിന്നും ഒരു തുറവി അള്ളാഹു ഒരുക്കുന്നതാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അവൻ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ അവനുള്ള ഉപജീവനം അള്ളാഹു തആല നൽകും. അള്ളാഹു അതിന് കഴിവുള്ളവനാണ്. അള്ളാഹുവിന്റെ കയ്യിലാണ് നമ്മുടെ റിസ്ക്. അപ്പൊ ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് മുമ്പിൽ കീഴൊതുങ്ങി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉപജീവനത്തിൽ നമുക്ക് എളുപ്പമുണ്ടാവുക. നമ്മുടെ ഉപജീവനത്തിൽ നമുക്ക് എളുപ്പമുണ്ടാവില്ല. രണ്ടു തരത്തിലുള്ള ഉപജീവനവും, നമ്മൾ ആദ്യം പറഞ്ഞ രണ്ടു തരത്തിലുള്ള ഉപജീവനത്തിനും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കൽ നിർബന്ധമാണ്. രണ്ടാമത്തെ ഒരു കാരണം അസ്വല, നിസ്കാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തിന് ശേഷം അഥവാ തൗഹീദിന് ശേഷം, രണ്ട് കലിമയിലുള്ള ഷഹാദത്തിന് ശേഷം ഓരോ മുസ്ലിമിന്റെ മേലെയും നിർബന്ധമാക്കിയിട്ടുള്ള കർമ്മങ്ങളിൽ നാളെ വിചാരണ ചെയ്യപ്പെടുന്നതിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന കാര്യമാണ് അസ്വല, നിസ്കാരം. പല ആളുകളും അവരുടെ കച്ചവടം കാരണത്താലും അവരുടെ ജോലി കാരണത്താലും അവർ റിസ്ക് തേടുന്ന അസ്ബാബുകൾ കാരണത്താൽ നിസ്കാരത്തെ പാഴാക്കുന്നത് കാണാം. വലിയ വിഡ്ഢിത്താണത്, വലിയ വിഡ്ഢിത്താണ്. കാരണം നിസ്കാരം നിലനിർത്തുക, ചില ഹദീസുകളിൽ കാണാം അള്ളാഹു പറഞ്ഞതായിട്ട് ഖുദ്സിയായ ഹദീസിൽ, ഞാൻ ഇവിടെ സമ്പത്ത് ഇറക്കിയിട്ടുള്ളത് നിങ്ങൾ നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ കൃത്യമായി നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സമ്പത്ത് ഇറക്കിയിട്ടുള്ളത്. നമ്മുടെ ആളുകൾ സമ്പത്തിന് വേണ്ടി നിസ്കാരം പാഴാക്കുന്ന അവസ്ഥയിൽ. ആരാണോ കൃത്യമായി നിസ്കാരം നിർവഹിക്കുന്നത് അവന്റെ റിസ്ഖിൽ വിശാലതയുണ്ടാകും, അതിൽ ബറക്കത്തുണ്ടാകും, അവന് ഒരുപാട് ഖൈറാത്തുകൾ നേടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വാഹയിൽ പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, നീ നിന്റെ കുടുംബത്തോട് നിസ്കാരം കൽപ്പിക്കുക, അതിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കാനും കൽപ്പിക്കുക. ലാ നസ്അലുക റിസ്ഖാ. സുബ്ഹാനല്ലാഹ്, ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു പറയാണ് ദുർബലനായ മനുഷ്യനോട്, ഞാൻ നിന്നോട് റിസ്ക് ചോദിക്കുന്നില്ല. നമ്മളോട് ഓരോരുത്തരോടുമുള്ള ഒരു വാക്കാണ്. അള്ളാഹു പറയാണ്, നാം നിന്നോട് റിസ്ക് ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, നാമാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്, നിനക്ക് റിസ്ക് നൽകുന്നത്. വൽ ആഖിബതു ലിത്തഖ്വ, ഏറ്റവും നല്ല പര്യാവസാനം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇദാ അഖംത സ്വലാത അതാക റിസ്ഖു മിൻ ഹൈസു ലാ തഹ്തസിബ്. നീ നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ നീ വിചാരിക്കാത്ത രീതിയിൽ നിനക്കുള്ള ഉപജീവനം വന്നെത്തുന്നതാണ്. മറിയം അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ അതിൽ കാണാം, സക്കരിയ നബി അലൈഹിസ്സലാം ഭക്ഷണവുമായി ചെല്ലുന്ന സന്ദർഭങ്ങളിൽ മിഹ്റാബിന്റെ അടുക്കൽ അഥവാ നിസ്കാരം നിർവഹിക്കുന്ന സ്ഥലത്തിനടുക്കൽ ഭക്ഷണം ഒരുങ്ങി കിട്ടുന്നത് കാണാം. സൂറത്തു ആലി ഇംറാനിൽ, കുല്ലമാ ദഖല അലൈഹാ സക്കരിയ്യൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ. ആ മറിയം അലൈഹിസ്സലാം നിസ്കാരവും ഇബാദത്തുകളും നിർവഹിക്കുന്നതിന്റെ അടുത്ത് എപ്പോഴും അവർക്കുള്ള റിസ്ക് കാണുമായിരുന്നു. അതുപോലെ തന്നെ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് മകൻ ജനിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചത് അതും സൂറത്ത് ആലി ഇംറാനിൽ, ഫനാദത്തുൽ മലായിക വഹുവ ഖായിമു യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ.
സക്കരിയ നബി അലൈഹി ഇസ്ലാം നിസ്കരിക്കുന്ന ആ സന്ദർഭത്തിൽ, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മിഹ്റാബിന്റെ സ്ഥലത്ത് നിസ്കരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരാൾക്ക് ലഭിക്കുന്ന വലിയൊരു റിസ്ക്കാണ് ഒരു മകൻ എന്നത്. ആ മകനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചത്. അപ്പോ നിസ്കാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിസ്കാരം റിസ്ക് ലഭിക്കാനുള്ള, റിസ്ക് നേടിയെടുക്കാനുള്ള ഒരു കാര്യമാണ്. രാത്രി നിസ്കാരം, നഫ്ലുകളിൽ രാത്രി നിസ്കാരം ഒരാളുടെ റിസ്ക്കിൽ വിശാലത ഉണ്ടാക്കുന്ന, റിസ്ക് എളുപ്പമാക്കി തരുന്ന കാര്യമാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാം. മൂന്നാമത്തെ ഒരു കാര്യം റിസ്ക് ലഭിക്കാനുള്ള ഒരു സബബാണ് തസ്ബീഹ്. അള്ളാഹുവിനെ ധാരാളമായി തസ്ബീഹ് ചെയ്യുക എന്നുള്ളത്. അഥവാ എല്ലാ ന്യൂനതകളിൽ നിന്നും, ആളുകൾ എന്തെല്ലാം ന്യൂനതകൾ അള്ളാഹുവിൽ ആരോപിക്കുന്നുണ്ടോ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു, അള്ളാഹുവിന്റെ അസ്മാവ് സിഫാത്തുകളെ നിഷേധിക്കുന്നു, അതിനെ തഅ്വീൽ ചെയ്യുന്നു, വ്യാഖ്യാനിക്കുന്നു, അതിന് തംസീൽ, അതിന് ഉപമകൾ പറയുന്നു, അതിന് തശ്ബീഹ് സാമ്യതപ്പെടുത്തുന്നു, അങ്ങനെ എന്തെല്ലാം ആരോപണങ്ങൾ അള്ളാഹുവിന്റെ മേലെ, അള്ളാഹുവിന്റെ ജലാലത്തിനും അവമത്തിനും യോജിക്കാത്ത കാര്യങ്ങൾ ആരോപിക്കുന്നുവോ അതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പറയുന്നതാണ് തസ്ബീഹിന്റെ അർത്ഥം, സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം. തസ്ബീഹ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് റിസ്ക് നേടാൻ ഉള്ളൊരു കാരണമാണ്. ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായിട്ടുള്ള ഒരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന നബിയല്ലാഹി നൂഹൻ ലമ്മാ ഹദറത്ഹുൽ വഫാത്ത് ഖാല ലിബ്നിഹി. നൂഹ് നബി അലൈഹിസ്സലാം മരണാസന്നനായ സമയത്ത് തന്റെ മകനോട് പറഞ്ഞു, ഇന്നി ഖാസുൻ അലൈക്കൽ വസിയ്യ, ഞാൻ നിനക്ക് വസിയ്യത്ത് നൽകുകയാണ്. ആമുറുക ബിസ്നതൈൻ, രണ്ട് കാര്യങ്ങൾ നിന്നോട് കൽപ്പിക്കുന്നു. വഅൻഹാക അൻ ഇസ്നതൈൻ, രണ്ട് കാര്യങ്ങൾ നിന്നോട് വിരോധിക്കുന്നു. ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ നിന്നോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് കൽപ്പിക്കുന്നു. فإن السماوات السبع والأرضين السبع لو وضعت في كفة ووضعت لا إله إلا الله في كفة رجحت بهن لا إله إلا الله. ആകാശഭൂമികൾ ഒരു ത്രാസിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ത്രാസിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖനം തൂങ്ങുന്നതാണ്. ولو أن السماوات السبع والأرضين السبع كن حلقة مبهمة قصمتهن لا إله إلا الله. ആകാശഭൂമികളെല്ലാം ഒരു കറുത്തിരുണ്ട അല്ലെങ്കിൽ ഒരു വളയം പോലെയാണെങ്കിൽ അതിനെ മറികടക്കാൻ, അതിനെ തകർക്കാൻ മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിയും. എന്നിട്ട് പറഞ്ഞു സുബ്ഹാനല്ലാഹി വബിഹംദിഹി, രണ്ടാമത്തെ കാര്യം കൽപ്പിച്ചത്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൽപ്പിച്ചു, രണ്ടാമത്തെ കാര്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അള്ളാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ്. വബിഹംദിഹി, അള്ളാഹുവിനാണ് അള്ളാഹുവിന് യോജിച്ച രീതിയിലുള്ള എല്ലാ വാഴ്ത്തലും പുകഴ്ത്തലും ഹംദുമുള്ളത്. എന്നിട്ട് പറഞ്ഞു ഫഇന്നഹാ സ്വലാത്തു കുല്ലി ഷൈഇൻ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത് എല്ലാ ജന്തുജീവജാലങ്ങൾക്കും അള്ളാഹുവിനെ വാഴ്ത്താനുള്ള ദിക്റാണ്. മലക്കുകൾ, മൃഗങ്ങൾ, ചെടികൾ, കല്ല്, ഭൂമിയിലുള്ള മറ്റെല്ലാ ജന്തുജീവജാലങ്ങളും അള്ളാഹുവിനെ വാഴ്ത്താൻ ഉപയോഗിക്കുന്ന വാക്കാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. എന്നിട്ട് പറഞ്ഞു വബിഹാ യുർസഖുൽ ഖൽഖ്, ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ആ തസ്ബീഹ് കൊണ്ടാണ് സൃഷ്ടികൾക്ക് റിസ്ക് നൽകപ്പെടുന്നത്. വഅൻഹാക അനി ശിർക്കി വൽ കിബ്ർ, രണ്ട് കാര്യങ്ങൾ വിരോധിക്കുന്നു എന്ന് പറഞ്ഞത്, ഒന്ന് ശിർക്കാണ്, ശിർക്കിനെ തൊട്ട് വിരോധിക്കുന്നു. രണ്ട് കിബറിനെ തൊട്ട്, അഹങ്കാരത്തെ തൊട്ട് വിരോധിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ വബിഹാ യുർസഖുൽ ഖൽഖ്, ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന തസ്ബീഹ് കൊണ്ടാണ് സൃഷ്ടികൾക്ക് റിസ്ക് നൽകപ്പെടുന്നത് എന്ന് നൂഹ് നബി അലൈഹിസ്സലാം മക്കളോട് മരണസമയത്ത് വസിയത്ത് ചെയ്തു. അപ്പൊ ധാരാളമായി സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചൊല്ലേണ്ട പ്രത്യേക സമയങ്ങളുണ്ട്. രാവിലത്തെ അദ്കാറിൽ 100 തവണയുണ്ട്, വൈകുന്നേരത്തിൽ 100 തവണയുണ്ട്. അതുപോലെ തന്നെ അല്ലാതെയും നമുക്ക് വർദ്ധിപ്പിക്കാവുന്നതാണ്. അത് റിസ്കിനുള്ള ഒരു കാരണമാണ്. നാലാമത്തേത് ഇജ്തിനാബുൽ മആസി വകസ്റത്തുൽ ഇസ്തിഗ്ഫാർ, പാപങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. പാപങ്ങൾ നമ്മുടെ റിസ്ഖിൽ ഞെരുക്കമുണ്ടാകും. റിസ്ഖ് എന്ന് പറഞ്ഞാൽ സമ്പത്തിൽ മാത്രമല്ല, എല്ലാ രീതിയിലും നമുക്ക് ഞെരുക്കമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ധിക്കരിച്ച് പാപങ്ങൾ ചെയ്യുക എന്നുള്ളത്. അത് അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കി കളയും. അതിനെ മറികടക്കാനുള്ള മാർഗം എന്താണ്? ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ അനുഗ്രഹങ്ങളെ കൊണ്ടുവന്നു തരികയും എല്ലാ ഖൈറുകൾ നമുക്ക് ഒരുക്കി തരികയും ചെയ്യും. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് നൂഹിൽ പറഞ്ഞു, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അല്ലാഹു അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനാ. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ,
അങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളമായി മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും തന്ന് നിങ്ങളെ പിന്താങ്ങും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് തോട്ടങ്ങൾ ഒരുക്കി തരും, അരുവികൾ ഒഴുക്കി തരും. സൂറത്തുൽ നൂഹിൽ നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഖൗമിനോട് പറഞ്ഞ വാക്കുകളാണ്. നമുക്കറിയാം, അസ്ൽ ബസീർ റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് കുട്ടികളില്ല എന്ന് പറഞ്ഞു, വേറൊരാൾ വന്നിട്ട് കൃഷിയില്ല എന്ന് പറഞ്ഞു, വേറൊരാൾ വന്നിട്ട് മഴയില്ല എന്ന് പറഞ്ഞു. എല്ലാവരോടും ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചപ്പോൾ ഈ ആയത്താണ് ഓതി കൊടുത്തത്. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു കാണാം, നിനക്ക് റിസ്ക് വൈകുന്നുണ്ട് എങ്കിൽ, നിനക്ക് റിസ്കിൽ ഒരു തടസ്സമുണ്ട് എങ്കിൽ നീ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്ന് സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് പറഞ്ഞത് കാണാം. അപ്പോ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ റിസ്ക് ലഭിക്കാൻ, അതിൽ വിശാലത ഉണ്ടാകാനുള്ള ഒരു കാരണമാണ്. അടുത്തത് അത്തവക്കുൽ അലല്ലാഹ്. അടുത്തൊരു കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ റിസ്കിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എത്ര ശമ്പളമുള്ള ജോലി ഉണ്ടെങ്കിലും കച്ചവടം ചെയ്യാൻ ഒരു നാട്ടിൽ നമ്മൾ മാത്രമേ കച്ചവടക്കാരനായിട്ടുള്ളൂ, ആളുകളെല്ലാം നമ്മളിൽ നിന്ന് വാങ്ങുന്ന ഉറപ്പാണ്, നല്ല കച്ചവടമുണ്ട്, അങ്ങനെയുള്ളൊരു സ്ഥാപനം നമുക്കുണ്ടെങ്കിലും കച്ചവടമുണ്ട് എങ്കിലും എന്ത് മാർഗമാണെങ്കിലും ഒരിക്കലും അതിനായിട്ട് നമ്മുടെ കൽബിനെ ബന്ധിപ്പിക്കരുത്. എന്റെ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളമാണ് എന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ എനിക്ക് കച്ചവടം ചെയ്യാനുള്ള എന്റെ കച്ചവട സ്ഥാപനമാണ് എന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം. ഒരിക്കലും അതിലേക്ക് നമ്മൾ ബന്ധിപ്പിക്കരുത്. നമ്മുടെ കൽബ് എപ്പോഴും ബന്ധിപ്പിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമേ. അത് വേണം, വേണ്ടെന്നല്ല, അതൊന്നും ചെയ്യേണ്ടെന്നല്ല. കച്ചവടം ചെയ്യണം, ജോലി ചെയ്യണം, ശമ്പളം വാങ്ങണം, അല്ലെങ്കിൽ കച്ചവടത്തിന്റെ ലാഭം നേടണം, അതൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ കൽബ് അതിനെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും വിട്ടുപോകരുത്. അപ്പൊ നമ്മുടെ കച്ചവടം ഒരു ദിവസം കത്തിപ്പോയാൽ നമുക്ക് പിന്നെ റിസ്ക് ലഭിക്കില്ല എന്നാണോ? അല്ലെങ്കിൽ നമുക്ക് ശമ്പളം തരുന്ന, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം അതിനെന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മൾ പിന്നെ ജീവിക്കില്ല, നമുക്ക് ഉപജീവനം തടയപ്പെട്ടു എന്നാണോ? ഒരിക്കലും അല്ല. കൽബ് അതിൽ ബന്ധപ്പെടാൻ പാടില്ല. അള്ളാഹുവിലാണ് തവക്കുൽ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായ ഹദീസിൽ ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള, ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി, നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ട മുറപ്രകാരം തവക്കുൽ ചെയ്യുന്നവരാണെങ്കിൽ, ലറുസിഖ്തും കമാ യുർസഖുത് ത്വയ്ർ, പക്ഷികൾക്ക് റിസ്ക് നൽകപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടും. തഗ്ദു ഖിമാസൻ, വെറും വയറ്റോട് കൂടിയിട്ടാണ് രാവിലെ അവർ പുറത്തിറങ്ങുന്നത്. അവർക്ക് പ്രതീക്ഷിക്ക, ഇപ്പൊ ഒരു പക്ഷി അതിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അതിന് ജോലിയില്ല, ശമ്പളം കിട്ടാൻ, കച്ചവടം ചെയ്യാൻ ചരക്കില്ല, അത് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നുള്ളൂ. നമുക്കൊരു ജോലിക്ക് പോകുമ്പോൾ നമുക്ക് മാസത്തിൽ ശമ്പളം കിട്ടാൻ ജോലി ചെയ്യുന്ന ഒരു പ്രതീക്ഷയുണ്ട്, അതുപോലെ തന്നെ കച്ചവടം ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു പക്ഷിയുടെ കാര്യം ആലോചിച്ച് നോക്കി, അതിനൊന്നുമില്ല, അത് ഇറങ്ങാണ്. വൈകുന്നേരം ആവുമ്പോഴേക്ക് എവിടെയാണോ ആ പക്ഷിക്ക് ആവശ്യമായിട്ടുള്ള ധാന്യമണികൾ അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് അതതിന് ലഭിക്കുന്നു, വയറ് നിറഞ്ഞ അവസ്ഥയിൽ തിരിച്ചു പോരുന്നു. അങ്ങനെ വേണം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കാൻ. ഇമാം ശാഫിഈ റഹിമഹുള്ളയുടെ വളരെ മഹത്തായിട്ടുള്ള ഈ വിഷയത്തിലുള്ള ഒരു ബൈത്ത് കാണാം. തവക്കൽതു ഫീ റിസ്ഖി അലല്ലാഹി ഖാലിഖി, എന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ മേലെ എന്റെ ഉപജീവനത്തിന്റെ വിഷയത്തിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. വഅയ്ഖൻതു അന്നല്ലാഹ ലാ ശക്ക റാസിഖി, എനിക്ക് ദൃഢമായ ഉറപ്പുണ്ട് എന്റെ റബ്ബ് അള്ളാഹുവാണ് എനിക്ക് റിസ്ക് നൽകുന്നവൻ. വമാ യകും മിൻ റിസ്ഖി ഫലൈസ യഫൂതുനി, എന്റെ റിസ്കിൽ ഒന്നും തന്നെ എനിക്ക് പാഴായി പോകില്ല, നഷ്ടപ്പെട്ടു പോകില്ല. വലൗ കാന ഫീ ഖാഇൽ ബിഹാരിൽ അവാമിഖി, അത് കടലിന്റെ ഏറ്റവും വലിയ അടിത്തട്ടിൽ കിടക്കുന്നതാണെങ്കിലും എനിക്ക് നഷ്ടപ്പെടില്ല. സയഅതി ബിഹില്ലാഹുൽ അദീമു ബിഫദ്ലിഹി, അത് മഹാനായിട്ടുള്ള അദീമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യമായി കൊണ്ട് എന്നിലേക്ക് അത് എത്തിക്കും. വലൗ ലം യകുൻ മിന്നി അൽ-ലിസാനു ബിനാതിഖി, ഞാൻ എന്റെ നാവ് കൊണ്ട് അതിനെപ്പറ്റി മൊഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടി. ഫഫി അയ്യി ഷൈഇൻ തദ്ഹബു അൻ-നഫ്സു ഹസ്റതൻ, പിന്നെ എന്തിനാണ് ഒരുവൻ നിരാശയിലാകേണ്ടത്? വഖദ് ഖസ്സമ അർ-റഹ്മാനു റിസ്ഖൽ ഖലായിഖി, തീർച്ചയായിട്ടും സൃഷ്ടികളുടെ റിസ്ഖിനെ അല്ലാഹു തആല വീതിച്ചിട്ടുണ്ട് എന്നിരിക്കെ
സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചാൽ എന്തൊരു സമാധാനം നൽകുന്ന വാക്കുകളാണത്, എന്തൊരു സമാധാനം നൽകുന്ന വാക്കുകളാണത്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളൊന്നൊരു മത്സ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മത്സ്യം ഏത് കടലിന്റെ ഏതടിത്തട്ടിൽ കിടന്ന മത്സ്യമായിരിക്കും. അത് നമ്മുടെ ഭക്ഷണ തളികയിലേക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ വായിലേക്ക് എത്തണമെങ്കിൽ എത്ര എത്തിയിട്ടായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അല്ലാഹു തആല നമുക്ക് ഉദ്ദേശിച്ചതാണെങ്കിൽ അത് നമ്മിലേക്ക് എത്തും. വേറൊരു ഹദീസിൽ സഹീഹ് ജാമിയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റൂഹൽ ഖുദ്സ് നഫസ ഫീ റൂഇ അന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തക്മില അജ്ലഹാ. ഒരാളും തന്നെ അവരുടെ ആയുസ് എത്താതെ എന്ത് ചെയ്യില്ല, മരണപ്പെടില്ല. വതസ്തവഇബ റിസ്ഖഹാ, അവന്റെ റിസ്ക് പൂർത്തീകരിക്കാതെ. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വാജ്മിലു ഫി ത്വലബ്, റിസ്ക് തേടുന്നതിൽ ഭംഗിയായി തേടുക, അഥവാ ഹലാലായ രീതിയിൽ നിങ്ങൾ തേടുക. നിങ്ങൾക്കുള്ള റിസ്ക് ലഭിക്കാതെ നിങ്ങൾ മരണപ്പെട്ടു പോവുകയില്ല. ഒരിക്കൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ, അദ്ദേഹം ഒരാളുടെ അടുക്കലൂടെ പോവാണ്. അയാൾ ഭയങ്കരമായിട്ട് ബേജാറായിട്ടിരിക്കുകയാണ്, ഭയങ്കര ടെൻഷൻ. അപ്പോ ഇബ്രാഹിം ഇബ്നു അദ്ഹം അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇന്നി സാഇലുക അൻ സലാസിൻ ഫഅജിബ്നി, ഞാൻ 3 കാര്യങ്ങൾ നിന്നോട് ചോദിക്കാം, നീ എനിക്ക് ഉത്തരം തരണം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അയജ്രി ഫീ ഹാദൽ കൗനി ശൈഉൻ ലാ യുരീദുഹു അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം ഈ ലോകത്ത് സംഭവിക്കുമോ? രണ്ടാമത് ചോദിച്ചു, ഔ യൻഖുസു മിൻ റിസ്ഖിക ശൈഉൻ ഖദ്ദറഹു അല്ലാഹ്, അല്ലാഹു നിനക്ക് നിർണയിച്ച റിസ്ഖിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുമോ, അല്ലെങ്കിൽ കിട്ടാതെ വരുമോ? മൂന്നാമത് ചോദിച്ചു, ഔ യൻഖുസു മിൻ അജ്ലിക ലഹ്ബതൻ കതബഹ അല്ലാഹ്, അല്ലാഹു രേഖപ്പെടുത്തിയതിൽ നിന്ന് ഒരു നിമിഷമെങ്ങാനും നിന്റെ ആയുസ്സിൽ നിന്ന് കുറയുമോ? ഈ 3 ചോദ്യം ചോദിച്ചു. ഫഖാല റജുൽ, അയാൾ പറഞ്ഞില്ല, ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്, ഫഅലാമൽ ഖൽഖ് വൽ ഹമ്മു ഇദൻ, പിന്നെ എന്തിന്റെ മേലെയാണ് ഈ ടെൻഷൻ അടിക്കുന്നത്, എന്തിന്റെ മേലെയാണ് നീ വ്യാകുലത കൊള്ളുന്നത് എന്ന് അദ്ദേഹം ആ മനുഷ്യനോട് ചോദിക്കാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കയ്യിലാണ് കാര്യങ്ങൾ. അവൻ ഉദ്ദേശിച്ചത് നടക്കും, അവൻ ഉദ്ദേശിക്കാത്തത് നടക്കുകയുമില്ല. അടുത്തൊരു കാരണം സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കുക എന്നത്. നമുക്കറിയാം, ഇസ്ലാമിൽ വളരെയധികം ഫദ്ല് പറയപ്പെട്ടിട്ടുള്ള റഹ്മാൻ എന്നുള്ള പേരിൽ നിന്നാണ് റഹിം, കുടുംബബന്ധം എന്നത് ഉണ്ടായിട്ടുള്ളത് എന്ന് ഹദീസുകളിൽ കാണാം. അതുപോലെ തന്നെ നാളെ ബന്ധം ചേർത്തവന്റെ ഓരോരുത്തരുടെ മുമ്പിൽ ആ ബന്ധം ചേർത്തത് അവിടെ ഉണ്ടാവും. ബന്ധം മുറിച്ചവനെ ഇത് ബന്ധം മുറിച്ചവനാണ് എന്ന് നിലക്ക് പറയും. അതുപോലെ തന്നെ കുടുംബബന്ധം ചേർത്തവനുമായിട്ട് അള്ളാഹു ബന്ധം ചേർക്കും, കുടുംബബന്ധം മുറിച്ചവനുമായിട്ട് അള്ളാഹു ബന്ധം മുറിക്കും. ധാരാളം ഫദ്ലുള്ള ഈമാനിന്റെ അടയാളമായിട്ടുള്ള, മുസ്ലിമീങ്ങളുടെ അടയാളമായിട്ടുള്ള കാര്യമാണ് കുടുംബബന്ധം ചേർക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സർറഹു അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി ഔ യുൻസഅ ലഹു ഫീ അഥരിഹി ഫൽയസിൽ റഹിമഹു, ആർക്കെങ്കിലും അവന്റെ ഉപജീവനത്തിൽ വിശാലത വേണമെങ്കിൽ, അവന്റെ ആയുസ്സിൽ വർധനവ് വേണമെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ, കുടുംബബന്ധം ചേർക്കട്ടെ. 2 രീതിയിലാണ് ആയുസ്സിൽ വർധനവ് ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. എന്നാലും പിന്നെ ഒന്നെങ്കിൽ അള്ളാഹു ലഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയതായിരിക്കില്ല, മലക്കുകൾ ഗർഭപാത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അത് കുറവായിരിക്കും, എണ്ണത്തിൽ തന്നെ കൂടും. അതല്ലെങ്കിൽ ആ നിർണയിച്ച ആയുസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ബറക്കത്തുണ്ടാകും. റിസ്കിന്റെ വിഷയത്തിൽ അതുപോലെ ഇമാം നബവി റഹിമഹുല്ലാഹ് പറയാണ്, അവന്റെ റിസ്ക് വിശാലമാവുകയും അധികരിക്കുകയും അതല്ലെങ്കിൽ അതിൽ ബറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും. 2 രീതിയിലുണ്ടാവാം. ഒന്നെങ്കിൽ ധാരാളമായിട്ടുള്ള റിസ്ക് അവന് വർദ്ധിക്കും, അതല്ലെങ്കിൽ കുറഞ്ഞ റിസ്ക് ആണെങ്കിലും അതിൽ ധാരാളം ബർക്കത്ത് വർദ്ധിക്കും, ആയുസ്സും അങ്ങനെ തന്നെ ആ രീതിയിലുണ്ടാകും. അപ്പൊ നമ്മുടെ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് വളരെയധികം ഉപകാരമുള്ള കാര്യമാണ്. സലഫുകൾ, സഹാബികൾ പറയുമായിരുന്നു, തഅല്ലമു അൻസാബക്കും, നിങ്ങളുടെ തലമുറ നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ ഉപ്പ വല്ലിപ്പ അങ്ങനെ. എന്തിനു വേണ്ടിയിട്ടാണ്? വസിലു അർഹാമക്കും, അങ്ങനെ നിങ്ങളുടെ കുടുംബബന്ധം ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം എന്ന് സലഫുകൾ പറഞ്ഞത് കാണാം. അപ്പോ കുടുംബബന്ധം ചേർക്കൽ റിസ്ക് ലഭിക്കാനുള്ള കാരണമാണ്. അടുത്തത് ഹുസ്നുൽ ഖുൽഖി വ ഹുസ്നുൽ ജിവാർ, ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടാവുക, അതുപോലെ തന്നെ നല്ല അയൽപക്ക ബന്ധവും അതുപോലുള്ള കാര്യങ്ങൾ. ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിലത്തുർ റഹിം വ ഹുസ്നുൽ ഖുൽഖ് വ ഹുസ്നുൽ ജിവാർ യഅ്മുറാനി ദിയാർ വ യസീദാനി ഫിൽ അഅ്മാർ,
കുടുംബബന്ധം ചേർക്കൽ, നല്ല സ്വഭാവം ഉണ്ടാവൽ, അതുപോലെ തന്നെ നല്ല അയൽപക്കബന്ധം ഉണ്ടാകൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവന്റെ സമ്പത്തിൽ വർധനമുണ്ടാക്കുന്ന, അവന്റെ ജീവിതത്തിൽ ആ രീതിയിൽ വർധനമുണ്ടാക്കും. അതുപോലെ തന്നെ ആയുസ് വർദ്ധിക്കാനും കാരണമാകുന്ന കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ്. ഇതിലെന്ത് വന്നു? നല്ല സ്വഭാവം, അതുപോലെ തന്നെ അയൽപക്ക ബന്ധങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ കൂടി ഉൾക്കൊണ്ടു. അടുത്ത ഒരു കാരണം അസ്സദഖതു വൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ്, സ്വദഖ നൽകുക, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. ഇത് ഒരാളുടെ റിസ്ഖിൽ വർധനമുണ്ടാകാനുള്ള കാരണമാണ്. ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതാണ്, ഒരാളുടെയും സമ്പത്തിൽ സ്വദഖ കുറവ് വരുത്തൂല. സ്വദഖ ചെയ്തതിന്റെ പേരിൽ ഒരാളുടെ സമ്പത്തിൽ കുറവ് വരുന്ന അവസ്ഥ ഉണ്ടാകൂല. ഇതാരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. നമുക്ക് ലഭിക്കുന്ന ഒരു രൂപ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സമ്പത്താണത്. അള്ളാഹു ഖുർആനിൽ മാലുല്ലാ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ സമ്പത്താണ്, അത് നമ്മളെ താൽക്കാലികമായി ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അള്ളാഹു പറയാണ്, സ്വതക്ക നൽകുന്നത് കൊണ്ട് എന്തുണ്ടാവില്ല? നിങ്ങളുടെ സമ്പത്തിൽ കുറവ് സംഭവിക്കുകയില്ല. അതുപോലെ തന്നെ ഖുർആനിൽ കാണാം, അല്ലാഹു തആല സൂറത്ത് സബയിൽ, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും, നന്മയായിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് അതിന് പകരം നൽകും. അള്ളാഹുവാണ് ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ. അതുപോലെ ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു തആല പറഞ്ഞു, യബ്ന ആദം, മനുഷ്യ, അൻഫിഖ് ഉൻഫഖ് അലൈക, നീ ചെലവഴിക്കുക, നിന്റെ മേലെ ചെലവഴിക്കപ്പെടും. നീ ചിലവഴിച്ചാൽ നിന്റെ മേലെ ചിലവഴിക്കപ്പെടും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീഹ് ബുഖാരിയിൽ, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാൻ. ഓരോ ദിവസവും രാവിലെ ആകുമ്പോൾ 2 മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങും. ഫയഖൂലു അഹദുഹുമാ, അങ്ങനെ അവർ പറയും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ. ഒരാൾ പറയും, അല്ലാഹുവേ, ചെലവഴിക്കുന്നവന് നീ ഒരുമിച്ച് കൂട്ടിയണേ, അഥവാ അവന് കൂടുതലായി നീ ഒരുക്കി വെക്കണമേ. മറ്റേ ആള് പറയും, അല്ലാഹുമ്മ അഅതി മുംസിക്കൻ തലഫ, പിടിച്ചു വെക്കുന്നവൻ, നൽകാത്തവന്റെ മേലെ അവന്റെ എല്ലാം നശിപ്പിക്കണമേ എന്ന നിലക്ക് ആ മലക്കുകൾ പരസ്പരം പറയുമെന്നാണ്. അപ്പോ ചെലവഴിക്കുന്നതിന്റെ പേരിൽ, സ്വതക്ക കൊടുക്കുന്നതിന്റെ പേരിൽ ഒരാൾക്കും സമ്പത്തിൽ കുറയില്ല, അത് റിസ്ക് ലഭിക്കാനുള്ള കാരണമാവുകയുള്ളൂ. അടുത്തൊരു കാരണമാണ് അൽ ഇഹ്സാനു ഇലാ ദുഅഫാ, സാധുക്കളോട് ഇഹ്സാൻ ചെയ്യുക, നന്മ ചെയ്യുക എന്നുള്ളത്. സാധുക്കൾ എന്നുള്ളത് പല രീതിയിലായിരിക്കും. സമ്പത്ത് കൊണ്ട് സാധുക്കളായിട്ടുള്ളവരുണ്ടാകും, ആരോഗ്യം കൊണ്ടുള്ളവരുണ്ടാകും, അതുപോലെ തന്നെ സമൂഹത്തിൽ പ്രത്യേകം ഒരു സ്ഥാനമില്ലാത്തവരായിട്ടുണ്ടാകും. അങ്ങനെ വഅഫാക്കളായിട്ടുള്ള മുസ്ലിമീങ്ങൾ, അവരോട് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫാഇകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യമാണ്, ദുർബലരായ നിങ്ങളിലുള്ള ദുർബലരെ കൊണ്ടല്ലാതെയാണോ നിങ്ങൾക്ക് സഹായം ചെയ്യപ്പെടുകയും റിസ്ക് നൽകപ്പെടുകയും ചെയ്യുന്നത്? ചില ആളുകൾക്ക് ധാരണ ഉണ്ടാവും, നല്ല നല്ല പണിയെടുക്കാൻ ആരോഗ്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ യുദ്ധത്തിന് നന്നായിട്ട് യുദ്ധം ചെയ്യുന്ന ആളുകൾ, അതുകൊണ്ടാണ് അവർക്ക് വിജയം ലഭിക്കുന്നത്, അതല്ലെങ്കിൽ അതുകൊണ്ടാണ് അവർക്ക് റിസ്ക് ലഭിക്കുന്നത് എന്ന ചിന്ത. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിലുള്ള ദുർബലരെ കൊണ്ടല്ലാതെയാണോ നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുന്നതും സഹായം ചെയ്യപ്പെടുന്നതും എന്ന് ചോദിക്കുക. അപ്പൊ ദുർബലരായിട്ടുള്ള ആളുകൾ, ഹുബ്ബുൽ മസാക്കീൻ, മിസ്കീനുകളോടുള്ള ഇഷ്ടം ഒക്കെ വളരെ മഹത്തായിട്ടുള്ള കാര്യമാണ്. അവരോട് ഇഹ്സാൻ ചെയ്യുക, അവരോട് ഏത് തരത്തിലും നന്മ, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ, സമ്പത്ത് കൊണ്ട് മാത്രമല്ല എല്ലാ നിലക്കും അവർക്ക് എന്താണോ ഇഹ്സാൻ ചെയ്യാൻ സാധിക്കുക അത് ചെയ്യുക എന്നുള്ളത് റിസ്ക് ലഭിക്കാനുള്ള കാരണമാണ്. അടുത്തൊരു കാരണം ദുആ, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതാണ്. ദുആഇനെ മാത്രം പറയണമെങ്കിൽ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടാകും. ദുആ എന്നുള്ളത് എല്ലാ ഖൈറിന്റെയും താക്കോലാണ്, എല്ലാ നന്മയും ലഭിക്കാനുള്ള താക്കോലാണ് ദുആ എന്നുള്ളത്. എല്ലാവിധ നന്മയും ലഭിക്കുന്നതിന്റെ ഒരു കാരണം കൂടിയാണ് ദുആ എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫബ്തഉ ഇൻദല്ലാഹി റിസ്ഖ്, സൂറത്തുൽ അൻകബൂത്തിൽ, അള്ളാഹുവിൽ നിന്ന് നിങ്ങളുടെ റിസ്ക് നിങ്ങൾ പ്രതീക്ഷിക്കുക, അഥവാ അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹുവാണ് റസാഖ് എങ്കിൽ അള്ളാഹുവിനോടാണ് നമ്മൾ തേടേണ്ടത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വ്യക്തി വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ അഖൂലു ഹീന അസ്അലു റബ്ബി, എന്റെ റബ്ബിനോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി,
ചോദിക്കുക, അള്ളാഹു എന്റെ പാപങ്ങൾ നീ പുറത്തു നൽകണം, എന്നോട് കാരുണ്യം കാണിക്കണം, എനിക്ക് ആഫിയത്ത് നൽകണം, എനിക്ക് നീ റിസ്ക് നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ ചേർത്തി പിടിച്ചിട്ട് പറഞ്ഞു, ഫഇന്ന ഹഉലാഇ തജ്മഉ ലക ദുനിയാക വആഖിറതക. ഈ കാര്യങ്ങൾ നിനക്ക് നിന്റെ ദുനിയാവും പരലോകവും എല്ലാം ഒരുമിച്ച് കിട്ടുന്ന കാര്യമാണ് ഈ പറഞ്ഞ പാപം പൊറുക്കാനും കാരുണ്യവും ആഫിയത്തും റിസ്ഖും എന്ന് പറഞ്ഞു കാണാം. അതുപോലെ ഖുനൂത്തിന്റെ ദുആയിൽ കാണാം, വബാരിക് ലീ ഫീമാ അതൈത്, അല്ലാഹുവേ നീ നൽകിയതിൽ ബറക്കത്ത് ചൊരിയണമേ എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തിലാണോ ഞെരുക്കം, എന്താണ് രോഗമാണോ, അല്ലെങ്കിൽ സന്താനങ്ങളില്ലാത്തതാണോ, കച്ചവടം ലാഭമില്ലാത്തതാണോ, അല്ലെങ്കിൽ ജോലി ലഭിക്കാത്തതാണോ, വിവാഹം നടക്കാത്തതാണോ, എന്ത് കാര്യമാണെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മൾ ചോദിക്കുന്നത് ഒരു തടസ്സവുമില്ലാതെ ഏത് കാര്യവും നൽകാൻ കഴിവുള്ളവനോടാണ്. നമുക്ക് അതിനോട് ചോദിക്കുന്നതിൽ ഒരു മടിയും വേണ്ട. നമ്മൾ എന്താണോ നമ്മുടെ ആവശ്യം അത് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുക, ദുആ ചെയ്യുക എന്നുള്ളത് റിസ്ക് ലഭിക്കാനുള്ള ഒരു കാരണമാണ്. അടുത്തത് അൽ മുതാബഅതു ബൈനൽ ഹജ്ജി വൽ ഉംറ. ഉംറയും ഹജ്ജും ആവർത്തിക്കുക അഥവാ അത് വീണ്ടും വീണ്ടും നിർവഹിക്കുക എന്നുള്ളത് റിസ്ക് ലഭിക്കാനുള്ള ഒരു കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ. ഹജ്ജും ഉംറയും നിങ്ങൾ തുടർത്തുക, അഥവാ വീണ്ടും ചെയ്യാൻ നിങ്ങളിൽ സമ്പത്തുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖർ വദ്ദുനൂബ്. കാരണം ആ രണ്ട് കാര്യങ്ങൾ ദാരിദ്ര്യത്തെയും പാപങ്ങളെയും ഇല്ലാതാക്കും. അഥവാ പാപങ്ങൾ പുറത്തു കിട്ടാനും ദാരിദ്ര്യം നീങ്ങാനും അതൊരു കാരണമാകും. കമാ യൻഫിൽ കീറു ഖബ്സൽ ഹദീദ്. ഇരുമ്പിലുള്ള തുരുമ്പിനെ തീയിലെല്ലാം ഇട്ട് ഇല്ലാതാക്കുന്നത് പോലെ, അഴുക്കുകളെ ഒഴിവാക്കുന്നത് പോലെ പാപങ്ങളെ ആവർത്തിച്ചുള്ള ഉംറ അതുപോലെ ഹജ്ജ് എന്നിവ അത് ഇല്ലാതാക്കും. അതായത് ദാരിദ്ര്യം ഇല്ലാതാകാനുള്ള, പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള ഒരു കാരണമാണ് കഴിയുന്നവർ ഉംറ ചെയ്യുക, ഹജ്ജ് ആവർത്തിക്കുക എന്നുള്ളതല്ല. അടുത്തൊരു കാരണമാണ് അൽ ഖനാഅത്ത്. ഖനാഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ الرضا بما دون الكفاية وترك التشوف إلى المفقود والاستغناء بالموجود. അതായത് എന്താണോ ലഭിച്ചിട്ടുള്ളത് അതിൽ തൃപ്തി ഉണ്ടാവുക, നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊരു നിരാശയില്ലാതെ ലഭിച്ചതിൽ ഇസ്തിഗ്ന ഐശ്വര്യം കാണുക, അതാണ് ഖനാഅത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ റിസ്ക് അള്ളാഹു തീരുമാനിച്ച പോലെ നമുക്ക് കിട്ടുക. അപ്പോ നമ്മൾ അതിന് ഹലാലായിട്ടുള്ള മാർഗങ്ങൾ ചെയ്യുന്നുണ്ട്, അള്ളാഹു വിധിച്ച റിസ്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ അതിൽ ഖനാഅത്തുള്ള ആളായി തീരുമ്പോ അവൻ എന്തുണ്ടാകും? അവന്റെ റിസ്ഖിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചൊരിയുന്ന, അതിൽ വിശാലത നേടി ലഭിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ. ആണോ പെണ്ണോ ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, വഹുവ മുഅ്മിനുൻ, മുഅ്മിനായിക്കൊണ്ട്, ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവന് വിശിഷ്ടമായ ജീവിതമാണ് നാം നൽകുക. ഹയാത്തൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവിധ ബറക്കത്തുമുള്ള, സമാധാനമുള്ള, റാഹത്തുള്ള, തുമഅനീനത്തുള്ള ജീവിതം. അതിന് ഈമാനും അമലു സ്വാലിഹാത്തുകളും വേണം. അപ്പൊ ആ ഹയാത്തുൻ ത്വയ്യിബ ലഭിക്കണമെങ്കിൽ തഫ്സീർ ത്വബരിയിൽ ഈ ആയത്തിനെ വിശദീകരിക്കുന്ന കാണാം, വഔലാ അൽ അഖ്വാൽ ബിസ്സവാബി ഖൗലു മൻ ഖാല തഅവീലു ദാലിക ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബതൻ ബിൽ ഖനാഅ. ഹയാത്തൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന എന്താണ്? ഖനാഅത്തോട് കൂടിയുള്ള ഒരു ജീവിതമാണ്. വദാലിക അന്ന മൻ ഖന്നഅഹു അല്ലാഹു ബിമാ ഖസമ ലഹു മിൻ റിസ്ഖിൻ ലം യക്സുർ ലിദ്ദുനിയാ തഅബുഹു. ആർക്കെങ്കിലും അള്ളാഹു അവന് വീതിച്ച റിസ്ഖിൽ തൃപ്തിയും സമാധാനവും ഉണ്ട് എങ്കിൽ അവനൊരിക്കലും ദുനിയാവ് കൊണ്ടൊരു ക്ഷീണം ഉണ്ടാവില്ല, ദുനിയാവ് കൊണ്ടൊരു ക്ഷീണം അനുഭവിക്കേണ്ടി വരില്ല. വലം യഅദും ഫീഹാ നസബുഹു, ദുനിയാവിനെ വലുതായി കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. വലം യതഖദ്ദറ ഫീഹാ ഐശുഹു ബിത്തിബാഇഹി ബുഗിയത മാ ഫാതഹു മിൻഹാ വഹിർസുഹു അലാ മാ ലഅല്ലഹു ലാ യുദ്രികു ഫീഹാ. അവന് നഷ്ടപ്പെട്ടതിന്റെ മേലെ സങ്കടമോ ദുഃഖമോ ആയിട്ട് ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവന് കൂടുതൽ ആർത്തിയൊന്നും ഉണ്ടാവില്ല. അവന് നല്ല റാഹത്തായിട്ടുള്ള ജീവിതം ഉണ്ടാകും. അപ്പോ ഖനാഅത്ത് എങ്കിൽ റിസ്ഖിൽ ബറക്കത്തും നല്ല രീതിയിൽ അള്ളാഹുവിൽ നിന്നുള്ള ഉപജീവനം ലഭിക്കാനുമുള്ള കാരണമാകും. അതാണ് യഥാർത്ഥത്തിൽ ഖിന എന്ന് പറഞ്ഞ. ഖനാഅത്താണ് ഖിന. നമ്മൾ ആലോചിച്ചാൽ മതി. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല സമ്പത്തുള്ള ആളുകൾ അവരൊക്കെ നല്ല സന്തോഷത്തിലും സമാധാനത്തിലാണ് ജീവിക്കുക എന്നുള്ളത്. വല്ലാഹി ഇല്ല. ഈമാനും അമലു സ്വാലിഹാത്തും ഇല്ലാതെ സമ്പത്ത് മാത്രമുള്ള ആളുകളാണ് എങ്കിൽ അവരുടെ സമ്പത്ത് അവർക്കൊരു ഭാരമാണ്.
ആ സമ്പത്ത് കൊണ്ട് അവർ ഞെരുങ്ങിയാണ് ജീവിക്കുക. ഖനാഅത്തില്ല എങ്കിൽ, ഈമാനും അമലു സാലിഹാത്തുണ്ടെങ്കിൽ ഖനാഅത്ത് ഉണ്ടാവുക. അതില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കൂ, ലൈസൽ ഗിനാ അൻ കസ്റത്തിൽ അർദ് വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. കുറെ ദുനിയവിയായിട്ടുള്ള വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതല്ല ഐശ്വര്യം. സ്വന്തത്തിൽ മനസ്സിൽ ഒരു റാഹത്ത്, സമാധാനം കൊള്ളുന്ന ഐശ്വര്യം ഉണ്ടാകുന്ന അവസ്ഥയാണ്. സഹാബികൾ പോലും പറഞ്ഞൊരു വാക്കുണ്ട്. സഹാബികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഇസ്ലാമിക ലോകം വ്യാപിച്ച് പല നാടുകളിലും ഗവർണർമാരായി നിൽക്കുന്ന സഹാബികൾ, നല്ല സൗകര്യമുണ്ട്, അധികാരമുണ്ട്, സമ്പത്തുണ്ട്, ഒക്കെ ഉണ്ട്. ആ സമയത്ത് സഹാബികൾ പറഞ്ഞൊരു വാക്കുണ്ട്. അത് പറയുമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്, ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കാലിലിടാൻ ചെരുപ്പില്ലാതെ യുദ്ധത്തിന് പോയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്ക് നല്ല സൗകര്യങ്ങളാണ്, പക്ഷെ അന്ന് ഞങ്ങൾ അനുഭവിച്ച ഈമാനിന്റെ ആസ്വാദനം ഇന്ന് ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല, ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് സഹാബികൾ പിൽക്കാലത്ത് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഖനാഅത്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, ദുനിയവിയായ വിഭവങ്ങളുടെ ആധിക്യം ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ കുറവ് വരുത്തിയിരുന്നതായിട്ട് സഹാബികൾ സൂചിപ്പിച്ചത് കാണാം. അതുപോലെ തന്നെ സൽഫുകളിൽ ചിലർ പറഞ്ഞത് കാണാം, ഇന്ന ഖൗമൻ തലബു അൽ ഗിനാ ഫഹസിബു അന്നഹു ഫി ജംഇൽ മാൽ. ചില ആളുകൾ ഐശ്വര്യം, സമ്പത്ത് ഒരുമിപ്പിക്കുന്നതിലാണെന്ന് വിചാരിച്ച് നിൽക്കാറുണ്ട്. അലാ വ ഇന്നമൽ ഗിനാ ഫിൽ ഖനാഅ. യഥാർത്ഥ ഐശ്വര്യം എന്നുള്ളത് ഖനാഅത്തിലാണ്. അത് അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടലാണ്. അത് കൂടുതലായാലും കുറവായാലും ഏത് അവസ്ഥയിലാണെങ്കിലും നൽകിയതിൽ തൃപ്തിപ്പെടുന്നിടത്തോളം കാലം അവൻ ഖൈറിലായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നൻ നാസ്. അള്ളാഹു നൽകിയതിൽ നീ തൃപ്തിപ്പെടുക, അങ്ങനെയാണെങ്കിൽ നീ ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യമുള്ളവനായിട്ട് മാറും. അടുത്തൊരു കാരണം, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള റിസ്ഖ് ലഭിക്കാൻ, അതിൽ ബറക്കത്തുണ്ടാകാൻ ശുക്റുല്ലാഹ് അല നിഅം, അള്ളാഹുവിനെ നമുക്ക് ലഭിച്ച നിഅമത്തുകളിൽ നന്ദി കാണിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ആലോചിച്ചാൽ മതി, നമുക്കിപ്പോ ആഫിയത്ത് ഉണ്ടാകും, നമുക്ക് ചിലപ്പോ ദാരിദ്ര്യമോ കഷ്ടപ്പാടോ ഉണ്ടാവില്ല, ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നുണ്ടാകും, അതുപോലെ രോഗമോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ആരോഗ്യമുണ്ടാകും. ഈ കാര്യങ്ങൾക്ക് നന്ദി കാണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്തി തരികയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അള്ളാഹു ഖുർആനിലൂടെ അറിയിച്ചിട്ടുള്ള ഒരു ഖായിദയാണ്, ഒരു അടിസ്ഥാനമാണ്. സൂറത്ത് ഇബ്രാഹിമിൽ കാണാം, വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അള്ളാഹു അറിയിക്കുകയാണ്, നിങ്ങൾ നന്ദി കാണിച്ചോ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു പറയാണ്, നിങ്ങൾ നന്ദികേട് കാണിച്ച് കുഫ്ർ കാണിക്കുകയാണെങ്കിൽ എന്റെ ശിക്ഷ വളരെ കഠിനമായതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് അംഗീകരിച്ച്, അതുകൊണ്ട് ഹറാമുകൾ ചെയ്യാതെ, അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ച് നന്ദി കാണി ജീവിച്ചാൽ അതിൽ വർധനവ് ലഭിക്കും. ചിലപ്പോൾ നമുക്ക് കുറവായിരിക്കും, പക്ഷെ അതിന് നന്ദി കാണിച്ചുകൊണ്ട് നമുക്കതിൽ വർധനവും ബറക്കത്തും ലഭിക്കും. മറ്റൊരു കാരണം, അസ്സഅയു ഫീ തലബിൽ അർസാഖ്. റിസ്ക് നേടാൻ വേണ്ടി പരിശ്രമിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള പണിയെടുക്കണം. ചില ആളുകൾ തവക്കുലിനെ തെറ്റായി മനസ്സിലാക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അലസത കൊണ്ടോ, മറ്റു പല കാരണങ്ങൾ കൊണ്ടും റിസ്ക് തേടുന്നതിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറാറുണ്ട്. റിസ്ക് തേടുന്നതിന് വേണ്ടി ഒരു പണിയെടുക്കാതെ, അതിനുവേണ്ടി പരിശ്രമിക്കാതെ പോകുന്ന ആളുകളെ കാണാം. തെറ്റാണ്. ദീൻ ഒരിക്കലും, ഇസ്ലാം ഒരിക്കലും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ സൂറത്തുൽ മുൽക്കിൽ കാണാം, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂല ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി. ഭൂമിയിലൂടെ നിങ്ങൾ അല്ലാഹുവിന്റെ റിസ്ക് നേടാൻ വേണ്ടി സഞ്ചരിക്കുക, എന്നിട്ട് റിസ്കിൽ നിന്ന് ഭക്ഷിക്കുക. അതുപോലെ സൂറത്തുൽ ജുമുഅയിൽ ഫൈദാ ഖുദിയത്തിസ് സ്വലാ ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക, വ്യാപിക്കുക, അള്ളാഹുവിന്റെ ഔദാര്യം നിങ്ങൾ തേടുക. റിസ്ക് നമുക്ക് വീതിച്ചതാണ്, തീരുമാനിച്ചതാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജോലി, നമ്മുടെ കച്ചവടമോ ജോലിയോ എന്താവട്ടെ, അത് നമ്മുടെ മേലെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എന്തിന്? അതിൽ ഹലാലോ ഹറാമോ നമ്മൾ തിരഞ്ഞെടുക്കുന്നു നോക്കാൻ. ഹലാലായ മാർഗത്തിലൂടെയാണോ നിനക്ക് വിധിച്ചിട്ടുള്ള റിസ്ക് നേടുന്നത്, അതോ ഹറാമായ മാർഗത്തിലൂടെയാണ് തേടുന്നത്? ഒരാൾക്കൊരു റിസ്ക് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്, അത് അയാൾ കട്ടെടുത്തിട്ടോ അല്ലെങ്കിൽ പിടിച്ചു പറിച്ചിട്ടോ അയാൾക്ക് നേടാം, അല്ലെങ്കിൽ അയാൾക്ക് അത് അധ്വാനിച്ച് ഹലാലായ മാർഗത്തിൽ കച്ചവടം ചെയ്ത് അത് നേടാം. അവൻ എങ്ങനെ നേടുന്നു എന്നുള്ളതാണ് അള്ളാഹുവിന് അറിയേണ്ടത്.
അതാണ് അജ്മിലു ഫി ത്വലബ്, നിങ്ങൾ നല്ല രീതിയിൽ റിസ്ക് തേടുക എന്നുള്ളത്. അപ്പോൾ ഹലാലായ മാർഗത്തിലുള്ള ജോലി ചെയ്യുക എന്നുള്ളത് റിസ്ക് ലഭിക്കാനുള്ള ഒരു കാരണമാണ്. സ്വഹാബികൾ അങ്ങനെയായിരുന്നു. അവർക്ക് ആവശ്യമായ രീതിയിലുള്ള എന്താണോ കച്ചവടമോ ജോലിയോ അവർ ചെയ്യാറുണ്ടായിരുന്നു. നമുക്കറിയാം, ഹിജ്റ ചെയ്തു വന്നതിന് ശേഷം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന് സഹോദര്യ ബന്ധം ഉണ്ടാക്കി കൊടുത്ത സഅദ് ഇബ്നു റബീഅ് അൽ അൻസാരി അദ്ദേഹം പല കാര്യങ്ങൾ നൽകാമെന്ന് പറഞ്ഞു. വീട് നൽകാം, അല്ലെങ്കിൽ സ്വത്തിന്റെ പകുതി നൽകാം, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബറക്കല്ലാഹു ലക ഫീ അഹ്ലിക്, അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചൊരിയട്ടെ. ദുല്ലനി അലസൂഖ്, എനിക്ക് ഇവിടുത്തെ അങ്ങാടി എവിടെയെന്ന് കാണിച്ചു തന്നാൽ മതി, കാണിച്ചു തന്നാൽ മതി. അഥവാ അധ്വാനിക്കാനും അധ്വാനിച്ച് സമ്പാദിക്കാനും ജോലി ചെയ്യാനുമുള്ള താല്പര്യം കാണിച്ചു. എന്നിട്ട് എന്തുണ്ടായി? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അവിടെ സഹാബികളിൽ വളരെ സമ്പന്നനായിട്ടുള്ള, വളരെയധികം സമ്പത്തുള്ള, അദ്ദേഹം പിൽക്കാലത്ത് പറഞ്ഞേ കാണാം, ഒരു കല്ല് പൊന്തിച്ചു നോക്കുക, അതിന്റെ അടിയിലെങ്ങാനും എനിക്ക് സമ്പത്ത് ഉണ്ടാവുമെന്ന് വരെ, സമ്പത്ത് അത്ര അധികം അദ്ദേഹത്തിന് ലഭിക്കുന്ന വലിയ സമ്പന്നനായി അദ്ദേഹം മാറിയിട്ടുണ്ട് പിൽക്കാലത്ത്. അപ്പൊ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. റിസ്ക് അള്ളാഹുവിന്റെ കയ്യിലുള്ള കാര്യമാണ്. ഒരാൾ കുറെ പണിയെടുത്തോണ്ട് റിസ്ക് കുറെ കിട്ടിക്കോളണമെന്നില്ല. ഒരാൾ കുറച്ച് പണിയെടുത്തോണ്ട് റിസ്ക് കുറെ കിട്ടാതിരിക്കണം എന്നില്ല. അവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഹലാലായ മാർഗത്തിൽ റിസ്ക് തേടുക എന്നുള്ളത് നമ്മുടെ മേലെ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അടുത്തൊരു കാരണം അത്തബ്കീറു ഫിസ്സഇ, റിസ്ക് നേടാൻ വേണ്ടി ഇറങ്ങുന്നത് അത് ഒരു ദിവസത്തിന്റെ നേരത്തെ ആവുക, ബുക്കൂറിലാവുക, പ്രഭാതത്തിലാവുക എന്നുള്ളത്. അത് ഓരോ കച്ചവടവും ഓരോ ജോലിയും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. പൊതുവായിട്ട് ഈ ഉമ്മത്തിൽ ബറക്കത്ത് ചൊരിയുന്ന ഒരു സമയമാണ് ഓരോ ദിവസത്തിന്റെയും പ്രഭാതത്തിലുള്ള സമയം, അഥവാ ഫജ്റിന് ശേഷമുള്ള ആദ്യ സമയം. عن صخر العامدي رضي الله عنه عن النبي صلى الله عليه وسلم قال صلى الله عليه وسلم اللهم بارك لأمتي في بكورها, അള്ളാഹു എന്റെ ഉമ്മത്തിന് അതിന്റെ ഫജ്റിന് ശേഷമുള്ള ആദ്യ ആ സമയത്ത് നീ ബറക്കത്ത് ചൊരിയണമേ എന്ന് പറഞ്ഞു. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി പറയാണ്, വകാന സഖറുൻ താജിറൻ, ഈ സഹാബി കച്ചവടക്കാരനായിരുന്നു. വകാന യബ്അസു തിജാറതഹു മിൻ അവ്വലിൻ നഹാർ, അന്ന് കച്ചവട ചരക്കുമായിട്ട് വേറെ നാട്ടിലൊക്കെ ആൾക്കാർ പോകുന്ന രീതിയാണ്. അപ്പൊ അദ്ദേഹം ആ സമയത്ത് കച്ചവട ചരക്കുമായി ആളുകളെ പറഞ്ഞയക്കുമായിരുന്നു. ഫഅസ്റാ വകസുറ മാലുഹു, അദ്ദേഹത്തിന് സമ്പത്ത് അധികരിക്കാറുണ്ടായിരുന്നു, അതുപോലെ നല്ല ലാഭം നേടാറുണ്ടായിരുന്നു എന്ന് കാണാം. അപ്പോൾ ഒരാളുകൾ വ്യത്യസ്തമായിരിക്കും. ആ സമയത്ത് ജോലി ചെയ്യാനോ ആ സമയത്ത് കച്ചവടം ചെയ്യാനോ സാധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ട് ബറക്കത്ത് ലഭിക്കാനുള്ള ഒരു കാരണമാണ്. അടുത്തൊരു കാരണം റിസ്ക് ലഭിക്കാനുള്ളതാണ് അസ്സവാജു ബിനിയ്യത്തിൽ ഇഫ്ഫ, ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്ന നിയ്യത്തിൽ വിവാഹം കഴിക്കുക. തന്റെ ചാരിത്ര ശുദ്ധി ഇഫ്ഫത്ത് കാത്തു സൂക്ഷിക്കണം എന്നുള്ള നിയ്യത്തിൽ വിവാഹം കഴിക്കൽ അവന്റെ റിസ്ക് വർദ്ധിക്കാനുള്ള ഒരു കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിൽ പറഞ്ഞു, വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇയകൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. നിങ്ങളിലുള്ള അടിമകളെയും അതുപോലെയുള്ള വിവാഹിതരാവാത്ത ആളുകൾ നിങ്ങൾ വിവാഹം കഴിപ്പിക്കുക. ഇനി അവർ ദരിദ്രരാണെങ്കിൽ അള്ളാഹു അവർക്ക് റിസ്ക് നൽകുന്നതാണ്, അവരെ ഗനിയാക്കുന്നതാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞു. ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയാണ്, റഗ്ഗബഹുമുല്ലാഹു ഫി തസ്വീജ്, അള്ളാഹു വിവാഹം കഴിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വഅമറ ബിഹിൽ അഹ്റാർ വൽ അബീദ്, അടിമകളോടും സ്വതന്ത്രരായവരോടും അതിന് കൽപ്പിച്ചിട്ടുണ്ട്. വവഅദഹും അലൈഹിൽ ഗിനാ, എന്നിട്ട് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവരെ ഗനിയാക്കും, അവർക്ക് നൽകുമെന്നുള്ളത്. ഇയകൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, ഈ ആയത്തിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. അപ്പോ പല യുവാക്കൾക്കും വിവാഹം കഴിക്കാനുള്ള ഒരു പേടി, അവർക്ക് സമ്പത്തില്ല, അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം നയിക്കാനുള്ള ആവശ്യത്തിനുള്ള ഒരു സമ്പത്തില്ല, റിസ്കില്ല എന്നുള്ള പേടി കാണാം. എന്നാൽ അതിനുള്ള കാരണങ്ങൾ ചെയ്യാൻ ഒരാൾ തയ്യാറായിട്ടുണ്ട് എങ്കിൽ, അസ്ബാബുകൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, അവന്റെ നിയ്യത്ത് ഇഫ്ഫത്ത് കാത്തു സൂക്ഷിക്കണം, അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കണം, ഹറാമിൽ പോയി വീഴരുത്, ഹറാമ് ചെയ്യരുത് എന്ന നിലക്കാണ് എങ്കിൽ അവന്റെ നിയ്യത്ത് അള്ളാഹുവിനറിയാം, തീർച്ച അള്ളാഹു തആല അവനെ സഹായിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹും, മൂന്നാളുകൾ അവരുടെ മേലെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മേലെ ബാധ്യതയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അള്ളാഹു ബാധ്യത ഏറ്റെടുത്തുള്ള കാര്യമാണ്. അൽ മുജാഹിദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ. വൽ മുകാതിബു അല്ലദീ യുരീദുൽ അദാഅ, ഒരടിമ, മുകാതിബ് എന്ന് പറഞ്ഞാൽ ഒരു അടിമ യജമാനോട് കരാറിൽ ഏർപ്പെടുകയാണ്. ഞാൻ പണം തരാം, എന്നെ മോചിപ്പിക്കാനുള്ള പണം ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് കരാറിൽ ഏർപ്പെടുന്ന അങ്ങനെയുള്ള ഒരാൾ. വന്നാകിഹു അല്ലദീ യുരീദുൽ അഫാഫ, തന്റെ ചാരിത്ര ശുദ്ധി ഉദ്ദേശിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്ന ഒരുവൻ. അവനും ഈ മൂന്ന് കൂട്ടർക്ക് അള്ളാഹു ബാധ്യത ഏറ്റിട്ടുള്ള കാര്യമാണ്. അവരെ സഹായിക്കും എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തുള്ള കാര്യമാണ്. അപ്പോ യുവാക്കൾ ഒരിക്കലും അവർ വിവാഹത്തിന് അവർക്ക് ഒരു സബബ് സ്വീകരിക്കാൻ അവർ തയ്യാറാണ്, അതിനുള്ള മാനസികാവസ്ഥ അവർക്കുണ്ട്, അതിനുള്ള കഴിവ് അവർക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ഇഫത്ത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അവരുടെ നിയ്യത്തിനെ പരിശോധിച്ചുകൊണ്ട് വിവാഹം കഴിക്കുക എന്നുള്ളത് റിസ്ക് ലഭിക്കാനുള്ള ഒരു കാരണമാണ്. ഒരു കാരണം അൽ ഇസ്തിഖാമത്തു അലാ ദീനിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഇസ്തിഖാമത്ത് ഉണ്ടാവുക, നേരെ ചൊവ്വെ നിലകൊള്ളുക എന്നുള്ളത് റിസ്ക് ലഭിക്കാനുള്ള ഒരു കാരണമാണ്. നേരെ ചൊവ്വെ നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ ദീനിൽ ഇൽമും അമലും ഒരുപോലെ ഉണ്ടായി ദീനിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജിന്നിൽ പറഞ്ഞു, വഅൻ ലൗ ഇസ്തഖാമു അലാ ത്വരീഖതി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖാ, അവർ ഈ മാർഗത്തിൽ അഥവാ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുക അഥവാ നേരെ ചൊവ്വെ നിലനിൽക്കുന്നവരാണെങ്കിൽ നാം അവരെ ധാരാളം അവർക്ക് വെള്ളം നൽകുമായിരുന്നു, അഥവാ മഴയും മറ്റും വർഷിപ്പിക്കുമായിരുന്നു. അതുപോലെ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല പറഞ്ഞു, വലൗ അന്നഹും അഖാമു തൗറാത വൽ ഇൻജീൽ വമാ ഉൻസില ഇലൈഹിം മിൻ റബ്ബിഹിം ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം, അവർ അഥവാ ബനൂ ഇസ്രായേലുകൾ മുൻഗാമികൾ അവർ തൗറാത്തിനെയും ഇൻജീലിനെയും നേരെ ചൊവ്വെ നിലനിർത്തുകയും പിന്നീട് അള്ളാഹു ഇറക്കിയതിൽ അവർ വിശ്വസിക്കുകയും മറ്റുമെല്ലാം ചെയ്തിരുന്നെങ്കിൽ ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം, അവരുടെ മുകളിൽ നിന്നും അവരുടെ താഴെ നിന്നും അവർ ഭക്ഷിക്കുമായിരുന്നു, അഥവാ അവരുടെ ഉപജീവനം അള്ളാഹു വിശാലമാക്കി നൽകുമായിരുന്നു. മിൻഹും ഉമ്മത്തും മുഖ്തസിദ വകതീറും മിൻഹും സാഅ മാ യഅമലൂൻ, പക്ഷേ അവർ അതിര് കവിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ദീനിൽ ഉറച്ചു നിൽക്കുക, ദീനിൽ സ്ഥിരതയുണ്ടാവുക, അതിൽ നേരെ ചൊവ്വെ നേരായ പാതയിൽ നിലകൊള്ളുക എന്നത് റിസ്ക് ലഭിക്കാനുള്ള കാരണമാണ്. അതിനെന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇൽമു വേണം, ഇൽമു നേടണം, അതനുസരിച്ച് അമല് ചെയ്യുകയും വേണം. അടുത്തൊരു കാരണം അൽ ഇക്താറു മിൻ ഇബാദത്തില്ലാഹി തആല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് അത് വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, അത് നമുക്ക് റിസ്ക് ലഭിക്കാനുള്ള കാരണമായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദ്സിയായ ഹദീസാണ്, ഈ ആയത്ത് പാരായണം ചെയ്തു ഒരിക്കൽ, ഇത് സൂറത്ത് ശൂറയിലെ മൻ കാന യുരീദു ഹർസൽ ആഖിറ, ആരാണോ പരലോകത്തെ കൃഷി ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആയത്ത് ഓതിയിട്ട് പറഞ്ഞു, യഖൂലുല്ലാഹ്, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഇബ്ന ആദം, എ മനുഷ്യ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്, തഫറഗ് ലിഇബാദതി, നീ എന്റെ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക, എന്റെ ഇബാദത്തിന് വേണ്ടി നിന്റെ ബാക്കി എല്ലാ തിരക്കുകളിൽ നിന്നും നീ സമയം ഒഴിവാക്കിയെടുക്കുക, അതിനൊരു സമയം നിനക്കുണ്ടായിരിക്കണം. അംല സദ്റക ഗിനൻ, അങ്ങനെയാണെങ്കിൽ നിന്റെ നെഞ്ചിൽ ഞാൻ ഐശ്വര്യം നിറക്കും, നിന്റെ ഖൽബിൽ ഐശ്വര്യം നിറക്കും. വഅസുദ്ദ ഫഖറക്, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടയും. വഇല്ലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ, വേറെ കുറെ തിരക്കുകളാണ്, ഇബാദത്തിനൊന്നും സമയമില്ല, ഒന്നിനും സമയമില്ല, ആ ഒരു അവസ്ഥയാണെങ്കിൽ മലഅതു സദ്റക ശുഗ്ല, നിന്റെ ഉള്ളിൽ ഞാൻ തിരക്കുകളെ കൊണ്ട് നിറക്കും. അഥവാ ഒരു എപ്പോഴും ഭയപ്പാട്, ദാരിദ്ര്യം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥ. വലം അസുദ്ദ ഫഖറക്, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടയുകയുമില്ല. അഥവാ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നത് അള്ളാഹുവിൽ നിന്ന് റിസ്ക് ലഭിക്കാനും ദാരിദ്ര്യത്തെ തടയാനുമുള്ള ഒരു കാരണമായി മാറും. അടുത്തൊരു കാരണം അൽ ഇൻഫാഖു അലാ മൻ തഫറഗ ലിതലബിൽ ഇൽം, ഇൽമ് നേടുന്നതിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ മേലെ ചെലവഴിക്കുക എന്നുള്ളത് പൊതുവായിട്ട് സദഖയിൽ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്, പ്രത്യേകം ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്ന് മാത്രം. ചെലവഴിക്കുക എന്നുള്ളത് റിസ്ക് ലഭിക്കാനുള്ള കാരണമാണ്. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല
അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കാന അഖ്വാനി അലാ അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് രണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. വകാന അഹദുഹുമാ യഅതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാഖറു യഹ്തരിഫു. ഒരാൾ, അത് രണ്ട് സഹോദരന്മാരിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എപ്പോഴും വരും, ദീന് പഠിക്കാനും കാര്യങ്ങൾ കേൾക്കാനും ഹദീസ് കേൾക്കാനും ഒക്കെ എപ്പോഴും ഉണ്ടാവും. മറ്റേ ആള് ജോലിയും മറ്റുമായിട്ട് പോകും. ഫശക അൽ മുഹ്തരിഫു അഖാഹു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മറ്റേ സഹോദരനാണ് ഇവനുള്ള പണം കൂടി കൊടുക്കുന്നുണ്ടാവുക, കാര്യങ്ങൾ നോക്കുന്നുണ്ടാവുക. അപ്പൊ മറ്റേ സഹോദരനെ പറ്റി പരാതിപ്പെടാൻ വേണ്ടി വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅല്ലക തുർസഖു ബിഹി, ചിലപ്പോ നിനക്ക് റിസ്ക് നൽകപ്പെടുന്നത് അവനെ കൊണ്ടായിരിക്കുന്നു, അവന്റെ കാര്യങ്ങൾ നീ അവന്റെ മേലെ ചെലവഴിക്കുന്നത് കൊണ്ടായിരിക്കും നിനക്ക് റിസ്ക് നൽകപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഒരു വായത്തിൽ കാണാം. അപ്പൊ പൊതുവെ ചെലവഴിക്കുന്നതിൽ പെട്ടതാണ്, പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി മാറിയിരിക്കുന്ന ആളുകൾക്ക് തുലാബുകളുടെ മേലെ ചിലവഴിക്കുക എന്നത്. അടുത്തത് ഖവാഉ ഹവായിജിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉപജീവനം വർദ്ധിക്കാനും അതിൽ ബർക്കത്തുണ്ടാവാനുള്ള ഒരു കാരണമാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊതുവായിട്ടുള്ളൊരു സുന്നത്താണ് മറ്റൊരു മുസ്ലിം സഹോദരനെ ഏതെങ്കിലും നിലയിൽ സഹായിക്കുന്നവനെ അവന്റെ ന്യൂനത മറച്ചു വെച്ചാൽ ഇവന്റെ ന്യൂനത അള്ളാഹു മറച്ചു വെക്കും, അവനെ സഹായിച്ചാൽ ഇവനെ അള്ളാഹു സഹായിക്കും. ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി. തന്റെ സഹോദരന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ആരാണോ നിൽക്കുന്നത് അവന്റെ ആവശ്യത്തിന് അള്ളാഹു ഉണ്ടാകും. വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ ഫറജ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുർബാതി യൗമിൽ ഖിയാമ. ഏതെങ്കിലും ഒരു മുസ്ലിമായ സഹോദരന്റെ ഞെരുക്കം ഒരാൾ ഒഴിവാക്കിയാൽ അവന്റെ പരലോകത്തെ ഞെരുക്കത്തിൽ നിന്ന് അള്ളാഹു അവന് തുറവി നൽകുന്നതാണ്. അപ്പോ അതുപോലെ തന്നെ വേറെ അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖി. തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം അള്ളാഹു അവനെ സഹായിക്കും. അപ്പൊ ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ എന്ന നിലക്ക് നമ്മുടെ ചുറ്റുമുള്ള മുസ്ലിം സഹോദരങ്ങളെ എന്തവർക്ക് നന്മ ചെയ്താലും അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്, നമുക്ക് ദൃഢമായി ഉറപ്പുണ്ടാവേണ്ടതാണ്. അപ്പൊ നമ്മുടെ റിസ്കിൽ വർധനമുണ്ടാവണമെങ്കിൽ നമ്മുടെ മുസ്ലിമായ സഹോദരന്മാരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ, അത് സമ്പത്ത് കൊടുത്തിട്ടാണെങ്കിൽ, ഒരു വാക്കുകൊണ്ടാണെങ്കിൽ അങ്ങനെ, സഹായം ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, എന്താണോ അവന് ചെയ്യാൻ സാധിക്കുക അങ്ങനെ ചെയ്താൽ അള്ളാഹുവിന് നമുക്കും അതുപോലെ സഹായവും വിശാലതയും ലഭിക്കുന്നതാണ്. ധാരാളം കാര്യങ്ങൾ ഇനിയും ഖുർആനിലും ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. 20ഓളം കാര്യങ്ങളാണ് ഇവിടെ മഫാത്തിഹുർ റിസ്ഖ് ലഭിക്കാനുള്ള ഉപജീവനത്തിനുള്ള താക്കോലുകൾ എന്നുള്ള വിഷയത്തിൽ നമ്മൾ പറഞ്ഞത് വേറെയുമുണ്ട്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി സഹോദരങ്ങളെ, ചില ആളുകൾക്ക് കാണാം അവർക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്നില്ല എന്നതിനെ കുറിച്ച് നിരാശ കാണാം. എന്തുകൊണ്ടാണ് ലഭിക്കാത്തത്, എനിക്ക് ഞെരുക്കമാണല്ലോ എപ്പോഴും എന്ന് പറയുന്നത് കാണാം. അവർക്ക് മറുപടി എന്നോണം മനോഹരമായിട്ടുള്ള ചില വരികൾ, ഒരു ബൈത്തിന്റെ വരികൾ അത് കാണാം. വയക്തുബുല്ലാഹു ഖൈറൻ അൻത തജ്ഹലുഹു. നിനക്കറിയാതെ, നിനക്ക് ചിലപ്പോൾ അതിനെ കുറിച്ച് അറിയണ്ടാവില്ല, പക്ഷെ അള്ളാഹു നിനക്ക് ഖൈറ് എഴുതി വെച്ചിരിക്കുകയായിരിക്കും. വലാഹിറുൽ അംരി ഹിർമാനും മിനൻ നിഅം. പക്ഷെ ബാഹ്യമായി നീ ആലോചിക്കുമ്പോൾ നിനക്ക് തോന്നുക അനുഗ്രഹമൊന്നുമില്ല, ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഒക്കെ കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് തോന്നുക. വലൗ അലിംത മുറാദല്ലാഹി മിൻ ഇവളിൻ. അള്ളാഹു നിനക്ക് നൽകാത്തതിന്റെ പേരിൽ അള്ളാഹു നിനക്ക് പകരം എന്താണ് ഒരുക്കി വെച്ചത് എന്ന് നീ എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ ലഖുൽത ഹംദൻ ഇലാഹി വാസിഅൽ കറം. അള്ളാഹുവിന്റെ വിശാലമായ ഔദാര്യത്തിന് നീ ധാരാളം സ്തുതിക്കുമായിരുന്നു, നീ അൽഹംദുലില്ലാഹ് എന്ന് പറയുമായിരുന്നു. ഫസല്ലിമിൽ അംറ ലിർറഹ്മാനി വർളബിഹി. നിന്റെ കാര്യങ്ങൾ അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നത് അതിൽ കീഴുനീക്കൊണ്ട്, അതിൽ സമാധാനം കൊണ്ട് അതിൽ തൃപ്തിപ്പെടുക. ഹുവൽ ബസീറു ബിഹാലിൽ അബ്ദി മിൻ അലമി. അവനാണ് ഒരു അടിമയുടെ അവസ്ഥ, അടിമയ്ക്ക് എന്താണ് നല്ലത്, എന്താണ് ദോഷം എന്നെല്ലാം നോക്കിക്കാണുന്നവൻ അവനാണ്. അള്ളാഹുവിനെ അറിയുള്ളൂ. ഇന്ന് നമുക്കൊരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ അതുകൊണ്ടുള്ള ദോഷം അള്ളാഹ്ക്ക് അറിയുള്ളൂ. പക്ഷെ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടതിന്റെ വിഷമമായിരിക്കും. പക്ഷെ അള്ളാഹു ബസീറാണ്, അള്ളാഹുവിന് കാലമില്ലാതെ കാര്യം നോക്കിക്കാണുന്നവനാണ്. അപ്പോ ചില ഞെരുക്കങ്ങൾ അതായിരിക്കും പരലോകത്ത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷവും അനുഗ്രഹവുമായിട്ട് മാറുക, നമുക്കത് അറിഞ്ഞോളന്നില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന റിസ്ഖിൽ തൃപ്തി കാണിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ വേറെയും നമ്മൾ കേൾക്കുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖിന്റെ വിഷയത്തിൽ കടബാധ്യതകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന
നമ്മിൽപ്പെട്ട നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവർക്കെല്ലാവർക്കും അല്ലാഹു തആല തുറവിയും വിശാലതയും നൽകുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖും നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.